അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമോനാണ്. വളരെ സങ്കടത്തോടെ നിങ്ങളെ മുന്നിൽ വീഡിയോ അവതരിപ്പിക്കുന്നത്. നല്ലവരായ ഇവിടുത്തെ നാട്ടുകാർ തിരൂര് ആലിങ്ങല് തൃപ്പലങ്ങോട് ആലിങ്ങലുള്ള മഹലിലുള്ള ഒരു കുടുംബത്തിലെ രണ്ട് അനിയന്മാരാണ് സുഖമില്ലാതെ വല്ലാത്തൊരവസ്ഥയിലുള്ളത്. ഒന്ന് കിഡ്നി പോയിട്ട് ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിയൊക്കെ നാട്ടുകാർ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് മനസ്സറിഞ്ഞ് സഹായിച്ചാൽ ഒരു കുടുംബത്തിലെ ആകെയുള്ള രണ്ടാൺമക്കൾ, ഇവർ രണ്ടാൺമക്കളേ ഉള്ളൂ, പിന്നെ പെൺകുട്ടികളാണ് അല്ലേ. ഈ രണ്ട് മക്കളും ഇവനെ സുഖമില്ലാതെ ജിഗ്മോറിലാണ് ചികിത്സ നടക്കുന്നത്. എന്റെ കുട്ടിയുടെ പേരെന്താ അഷ്റഫ്. അപ്പൊ അത്രയും ഒരു ദയനീയാവസ്ഥയിലായതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇവിടെ സജീവമായിട്ടുണ്ട്. അവർ മാത്രം വിചാരിച്ചാൽ നടക്കാത്തൊരു വിഷയമായതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇവരെന്റെ വീട്ടിൽ വന്നിരുന്നു. ഇവിടുത്തെ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യനും മാനുക്ക രക്ഷപ്പെടുത്തണം. മാനുക്ക അനിയൻകുട്ടി മഹാപാവ മാനുക്ക ഒരു വീട്ടിൽ തന്നെ രണ്ട് മക്കളും വല്ലാത്തൊരവസ്ഥയിലാണ്. ആ കിഡ്നി മാറ്റിയേക്കാളുള്ള സാഹചര്യം ഒരുക്കണം. വയസ്സായ ഉപ്പാന്റെ പേര് കുഞ്ഞാലിക്കുട്ടിക്ക് ഉപ്പ കിഡ്നി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് സാധിക്കാത്തൊരവസ്ഥ. എന്നാലും എല്ലാവരും കൂടി നാട്ടുകാർ കൂടിയിട്ട് ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ ഒന്ന് മനസ്സുവെച്ചാൽ, കാരണം നമ്മളൊക്കെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ അനിയൻകുട്ടികളെ നമ്മൾ ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ റബ്ബ് തന്ന സമ്പാദ്യം നമ്മളൊന്ന് മനസ്സ് വെച്ചുകൊണ്ട് സഹായിക്കാൻ മനസ്സ് വെക്കുക. രക്ഷപ്പെടുത്തണം. നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് അവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. സമ്പത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവർ ഈ ലോകത്ത് ജീവിക്കാതിരിക്കരുത്. പടച്ചവന്റെ കാവലുണ്ടാകട്ടെ. ഇവിടുത്തെ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്റെ രണ്ട് മക്കൾക്കല്ല എന്ത് പരീക്ഷ തന്നു പടച്ചറബെ എന്റെ കുഞ്ചി എന്ന് പറയുന്നത് നോഴ്ചയാണ് ഉമ്മ. കാരണം ആകെയുള്ള പ്രതീക്ഷ രണ്ട് മക്കൾ ആൺകുട്ടികൾ. അവരിൽ ഏത് രക്ഷിതാക്കളുള്ള പ്രതീക്ഷ? അവർ രണ്ടാളും ഇത്തരത്തിലവസ്ഥയിലായി. എന്താ പക് പറയാനുള്ളത്? ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കളെ രക്ഷപ്പെടുത്താൻ പടച്ചവൻ കൊടുത്ത സമ്പാദ്യമായിട്ട് ഒരുപാട് നല്ല മനസ്സുള്ളവരുണ്ട്. ഓല് ഇറങ്ങും ഇട്ടാ, ഓല് സഹായിക്കട്ടെ. ഇവിടുത്തെ ജോയിന്റ് അക്കൗണ്ടല്ലേ നമ്മൾ കൊടുത്തുള്ളത്. ഇവിടുത്തെ കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ജോയിന്റ് അക്കൗണ്ട് ഇതില് പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെന്താ മറ്റേ QR കോഡ് നമ്മൾ കമന്റിൽ ഇട്ട് കൊടുക്കാം അല്ലേ? കമന്റ്. എന്താ എന്റെ കുട്ടിക്ക് പറയാനുള്ളത്? ഇപ്പൊ എത്ര വയസ്സായി? 14. എത്ര ആയി എന്റെ കുട്ടിക്ക് ഈ അസുഖം കിഡ്നി നഷ്ടപ്പെട്ടിട്ട്? 1.5 കൊല്ലം. ഇപ്പൊ ഡയാലിസിസ് എത്ര ചെയ്യണത്? ആഴ്ചയിൽ 3 വട്ടം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും നാട്ടുകാരെ സഹായത്താലും എന്റെ കുട്ടി ഇതുവരെ മുന്നോട്ട് പോയതല്ലേ. ഇനി എല്ലാവരും എന്റെ കുട്ടിനെ സഹായിച്ചാലേ ഉള്ളൂ എന്റെ കുട്ടിക്ക് അത് മാറ്റിവെച്ച് ആരോഗ്യത്തോടെ അല്ലേ. അതേമാതിരി ഇത് അനിയനാ ഏട്ടനാ? അനിയനാണ്. രണ്ടാളും രോഗികളാണ്. പക്ഷെ ഇത് എമർജൻസി ഘട്ടമാണ്. ഇവന്റെ അഷ്റഫിന്റെ കിഡ്നി മാറ്റിവെക്കല്. നമ്മളൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം. ഞാന് പ്രത്യേക അഭ്യർത്ഥിക്കാണ്. അതായത് നമ്മൾ അഷ്റഫിനെ നമ്മൾ രക്ഷപ്പെടുത്തണം. നമ്മളൊക്കെ കൂടിയാൽ അഷ്റഫ് ജീവിതത്തിലേക്ക് എത്തും, അനിയൻകുട്ടി ജീവിതത്തിലേക്ക് എത്തും. ഇവിടുത്തെ വാർഡ് മെമ്പർ, മഹല്ല് ഉസ്താദ്, എല്ലാ വിഭാഗം ആൾക്കാരും ഏതൊക്കെ മനുഷ്യത്തുള്ള മനുഷ്യരുണ്ടോ അഷ്റഫിന്റെ ഉപ്പാന്റെ സങ്കടം പറയണം, ഉമ്മാന്റെ സങ്കടം പറയാം. ഇവരൊക്കെ ആ രക്ഷിതാക്കൾക്ക് അവരെ സംരക്ഷിക്കാനുള്ള 2 മക്കളെ നമുക്ക് തിരിച്ചു കൊടുക്കണം മാനുക്ക എന്നാണ് അവരെന്നോട് സങ്കടത്തോടെ പറഞ്ഞത്. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കും. എന്തൊക്കെ ആൾക്കാർക്ക് പറയാം. ഉസ്താദിന് എന്താ പറയാനുള്ള ഉസ്താദെ ഈ അവസ്ഥയില്? വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. ആരോടും കൈനീട്ടാതെ വളരെ നിത്യജീവന കൂലിവേല ചെയ്ത് ആരോടും ഇന്ന് വരെ കൈനീട്ടാത്തൊരു കുടുംബമാണെന്നുള്ളത് എനിക്ക് 10-15 കൊല്ലത്തിന്റെ ഇടയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ അത്യാഹിത ഘട്ടത്തിലാണ് നിങ്ങളെങ്ങനെയൊക്കെ സമീപിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സഹായം ഉണ്ടായാല് നമുക്ക് വല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അല്ലേ? നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പർ താത്ത എന്താ പറയാനുള്ളത് പറഞ്ഞേ? 15 വാർഡ് മെമ്പറാണ്. എന്റെ വാർഡിലെ സ്ഥിരതാമസമായിരുന്ന കുടുംബമാണ്. നല്ല നിലയിൽ ജീവിച്ചു പോന്നിരുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ഇവന്റെ ചികിത്സക്കുള്ള എല്ലാ സഹായങ്ങളും എല്ലാവർക്കും വേണമെന്ന് ഞാൻ വിനീതമായി. നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ഉണ്ട് ഇവിടെ. ആരൊക്കെ? എന്റെ പേര് കുമാരൻ എന്നാണ്. കുപ്രമോട് സ്വദേശിയാണ്. ഇവരെ അടുത്തുള്ള ആളാണ്. തിരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മുത്തിക്കൽ രക്ഷപ്പെടുന്ന മാനും അധ്വാനിച്ച് ജീവിച്ച ആളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ
നമ്മളൊക്കെ സഹായിച്ചെങ്കിലേ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇതെല്ലാവരും പിന്നെ അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് കാരണം ആരാണ്? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. പിന്നെ ഈ ചെറുപ്പക്കാരനെ ജീവിച്ച് തീരാത്ത ഈ ചെറുപ്പക്കാരനെ രീതിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സഹായിക്കണം, എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി മുസ്തഫാജിന്റെ കൂടെ ഇതൊക്കെ ഈ കുടുംബവുമായി വളരെയധികം നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരെ നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാ നിലക്കും ഞങ്ങൾ നാട്ടുകാർ സഹകരിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി മുന്നോട്ട് ഇറങ്ങും ചെയ്യും. എൻ്റെ സംഘടനകൾ, ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയുടെയും എല്ലാവിധ സഹകരണങ്ങളും വിവരിക്കാൻ നിലവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബെല്ലാം വിജയിപ്പിക്കും. ഒരു നാടൊരുങ്ങിയാൽ നടക്കത്തില്ല. നാട്ടിലുള്ള നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാം നന്മയുള്ള മനുഷ്യരുണ്ട്. അവരെ തെത്തട്ടെ, അവര് ചേർത്ത് പിടിച്ചു നമ്മൾ അഷ്റഫിനെ അനിയനില്ലേ, ആ ഉന്നുപ്പാക്കും ഉമ്മാക്കും തിരിച്ചു കൊടുക്കും അവര് ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാരും ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഒരുപാട് കാലം ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. മാത്രമല്ല മറ്റുള്ള ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവരും പറഞ്ഞ പോലെ തന്നെ ഒരാളെ ഭാഗത്തു നിന്ന് കൈ നീട്ടാതെ ഇന്ന് വരെ ചികിത്സക്ക് നാട്ടുകാരുടെ സഹായത്തോടു കൂടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ വിഷയം കൊണ്ടുപോകുന്നത്. അതിനാണ് ഒരു ജനകീയ കമ്മിറ്റി എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാനു സാഹിബ് ഇടപെട്ട് ആ കാര്യം എല്ലാവരും പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളികളും അതോടൊപ്പം തന്നെ കൂലി തൊഴിലാളികളും പ്രിയപ്പെട്ട പ്രവാസികളടക്കം എല്ലാവരും, ഇദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് എന്നും കൂടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട അഷ്റഫ് കൂട്ടായ്മയുടെ ആളുകളും എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാം. സത്യം, അഷ്റഫ് കൂട്ടായ്മ നല്ല സഹായം ചെയ്യുന്ന ആൾക്കാരാണ്. അതെ അതെ അതെ. നമ്മളെ അഷ്റഫിനെയും അനിയനെയും നമ്മളെ അഷ്റഫിനെയും പിന്നെ നമ്മളെ അനിയ കുട്ടിനെയും പഠിപ്പിച്ച മാഷുമാരാണ്. സാറിന് എന്താ പറയാനുള്ളത് നമ്മളെ ഈ കുടുംബത്തിന്റെ അവസ്ഥ? ഈ കുട്ടികൾ രണ്ടുപേരും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ രൂപത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ റിക്കവറായി അവർ ജോലിക്ക് പോകാൻ തുടങ്ങി. വീണ്ടും അവരുടെ അവസ്ഥ വഷളായ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ച് ഈ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. നേരത്തെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി, നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ അനുസരണയുള്ള, വളരെ എന്തെങ്കിലും എന്താ പറയാ, ഒരു കാര്യത്തിലിപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ പിന്നെ ആത്മാർത്ഥതയോടുകൂടി വളരെ സാവധാനത്തോടു കൂടി ഒരു തിക്കും തിരക്കിലൊന്നും അവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ ഒതുങ്ങി നിന്ന രണ്ട് കുട്ടികൾ, രണ്ടുപേരും അങ്ങനെയായിരുന്നു. എനിക്ക് അതാണ് അവരെ കുറിച്ച് ഏറ്റവും ഓർക്കാനുള്ള സംഗതി. അത്തരത്തിലുള്ള ബഹളങ്ങളിലോ ഒന്നും അവരെ കാണാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ അന്ന് ആ സമയത്ത് തന്നെ ഈ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ശാരീരികമായ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ സ്കൂളിന്റെ തീരുമാനത്തിൽ കഴിഞ്ഞ നമ്മുടെ പിന്നെ വിദ്യാലയത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം, സ്കൂൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി അവരുടെ പിന്നിലുണ്ടാവും എന്നുള്ളതാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ആ കുടുംബത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന, ഞാൻ പഠിപ്പിച്ച, സ്മൈൽ മാഷ് പഠിപ്പിച്ച നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളും, നമ്മൾ ഈ വർഷം 100ാം വാർഷികമാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ, അതിന്റെ ഒരു ഏറ്റെടുക്കലായിട്ട് ഇതിനെ കാണണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തരം അധ്യാപകരാണ് നമ്മുടെ നാടിന് ആവശ്യം, അല്ലേ? സന്തോഷമായി ഇതാണ് നമ്മളെ അഷ്റഫിന്റെ ലോകം പടച്ചമ്പര ഈസിയാക്കി വിജയിപ്പിക്കുന്ന ഉറപ്പാണ്. കാരണം ഷിഫായി കൊടുക്കും. കാരണം നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകന്മാർ ഇവിടെ തന്ന വാക്കുണ്ടല്ലോ, ഞങ്ങൾക്കൊരു പ്രത്യേക എനർജി കിട്ടി, ഇല്ലേ? എന്തായാലും മാഷ ബിഗ് സെലോട്ട് അഷ്റഫിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി, അല്ലേ? നമ്മളെ ഒരു കൂട്ടുകാരന് 5000 രൂപ ഇതിലേക്ക് സഹായം തന്നിട്ടുണ്ടെന്ന് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ആഷിഖ് തിരൂര്, നമ്മളെ കമ്മിറ്റി ആൾക്കാരുടെ. അപ്പോ ബഹുമാനപ്പെട്ട ആഷിഖ് തിരൂരിന്റെ വക ഒരു 5000 രൂപ നമ്മളൊക്കെ 100, 50, 1000 കഴിയുന്നവര് എന്ത് സഹായിച്ചാലും അതൊരിക്കലും നഷ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അത്രയും അർഹതപ്പെട്ട അവകാശികളാണ്. ഒരു കൊച്ചു വീടാണ്, അതന്നെ മുഴുവൻ പണിയില്ല. ഒരു സാധാ പിന്നെ പൈൻറ്റോലും അടിച്ചിട്ടില്ല, വൈറ്റ് സിമെന്റ് അടിച്ചേക്കാണ്. അപ്പൊ അതൊന്നല്ല അവരെ വിഷയം. ഈ 2 മക്കളും ആരോഗ്യത്തോടെ തിരിച്ചു വന്നാല്
ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കും. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയും. കാരണം എത്രയോ പണം നമ്മളൊക്കെ ദൂർത്തടിക്കുന്ന പല മേഖലയും ടൂറ് പോയിട്ടും പല കാര്യങ്ങളും. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ ഒരു പാതി കാശ് നമ്മുടെ അഷ്റഫിന്റെ നമ്മുടെ ഈ കൂട്ടായ്മക്ക് അയച്ചു കൊടുത്താൽ ആ അനിയൻകുട്ടിമാര് രണ്ടാളും രക്ഷപ്പെടും. വയസ്സായ ഉമ്മ കരഞ്ഞുകൊണ്ടുള്ള വാക്കാറ് എന്റെ കുട്ടികളൊന്ന് രക്ഷപ്പെടുത്തി തരുന്നത്. ഞാൻ പറഞ്ഞ അള്ളഹാനോട് പറയുമ്പോ അള്ളാഹ്ക്ക് കഴിയാത്ത ഒന്നുമില്ല. പക്ഷെ അള്ളാഹ് എന്താ ചെയ്യണത്? നമ്മളെപ്പോലുള്ള കുറെ പണിക്കാർ അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് സമ്പത്ത് നമ്മളെ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ ഈ വീട് എത്തട്ടെ. നമുക്ക് അഷ്റഫിനെ രക്ഷപ്പെടുത്തണം. ഇനി ആരാ സംസാരിക്കാനുള്ളത്? അല്ല, ചെയർമാൻ രണ്ട് വാക്ക് പറയാം. അല്ല, ഒക്കെ പറയാം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, മാനൊക്കെ പിന്നെ മറ്റുള്ളവരെ, ഈ നാട്ടിൽ എൻ്റെ അയൽവാസികളായ ഈ 2 കുട്ടികളെ രക്ഷപ്പെടുത്തേണ്ട മാർഗത്തിൽ എല്ലാവരും നാട്ടുകാരും സഹകരിക്കണമെന്ന് പുറത്തുള്ളവരും എല്ലാവരും എല്ലാ സംഘടനകളും ഇതിന് അകമഴിഞ്ഞ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പൊ ഞങ്ങളെ മാഷ് ഒരു സഹായം ഇതിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാഷും 2 മാഷന്മാരും കൂടി. മാഷ് ഏത് സ്കൂളാണ് നമ്മളത്? തൃപ്പലങ്ങോട് എൽ പി സ്കൂള് എന്ന ആലിങ്ങല് അഭിമാനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ സ്കൂള് ആ തന്ന വാക്കാണ് നമുക്ക് വലുത്, ഇല്ലേ? എന്റെ കുട്ടികൾ എന്നുള്ള ഞാൻ എന്റെ ഇതില് ഒരു 10,000 രൂപ ഞാൻ ഇതിലേക്ക് മാഷ പേരെന്താണ്? എന്റെ പേര് ബാബു മാഷ്. ബാബു മാഷ് 10,000 രൂപ ഇതിൽ സ്പോട്ടിൽ അയച്ചിട്ടുണ്ട്. ഞങ്ങളെ സ്കൂളിലെ ഞങ്ങളെ കുട്ടികൾ മുഴുവൻ ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നാണ് പറഞ്ഞത്. അത് മതി, ആ വാക്ക് മതി നമ്മളെ അഷ്റഫിന്റെ അനിയന്റെയും വിജയത്തിന് വേണ്ടി, ഇല്ലേ? തന്നെ അലവി എന്ന് പറഞ്ഞ സുഹൃത്ത് എത്ര 7,500 രൂപ അലവി പറഞ്ഞ അനിയൻകുട്ടി പ്രവാസിയാണ്. അദ്ദേഹത്തിന്റെ വകണ്ട്. അഷ്റഫിന്റെ കൂടെ പഠിച്ച കുട്ടികളെ 10ാം ക്ലാസ് ഒപ്പം പഠിച്ച കുട്ടികളെ വക 1,00,000 രൂപ. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാന മാഷ അയച്ച പൈസ കേട്ടാ. സന്തോഷം ബാബുമാഷേ തന്നെ. അപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട എച്ച് എം സാറിന്റെ വക ഒരു സഹായം. എത്ര മാഷ്? 10,000 രൂപ. ഇതാണ് അധ്യാപകരട്ടാ നമ്മള്, ഇല്ലേ? മാനേജറാണ്. എന്തായിക്കോട്ടെ, അതുപോലെ വാക്കും അതുപോലെ പ്രവർത്തി കണ്ടില്ലേ? നമ്മൾ ഇങ്ങനത്തെ അധ്യാപകരെ കൊണ്ടുപോ നമുക്ക് നമ്മളെ മക്കളൊക്കെ രക്ഷപ്പെടും. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ രക്ഷപ്പെടും. കാരണം നന്മയുള്ള മനസ്സാണ്. ഇനി നമുക്ക് ആരും സംസാരിക്കാനുള്ളത്? ഏതായാലും ഞങ്ങൾ ഒരു മാസത്തില് ഒരു 40,000 നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കുഞ്ഞിപ്പാക്കാന്റെ വക 40,000 രൂപ. കുഞ്ഞിപ്പാക്ക പോത്ത ഇറച്ചി കുഞ്ഞിപ്പാക്ക കൊടുക്കാൻ മനസ്സ് കാണിച്ച മനുഷ്യനാണ്. അൽഹംദുലില്ലാ. ഏകദേശം ഒരു 2 മാസത്തിലേറെ ഞങ്ങൾ ഇത് ഒത്തി ഏറ്റെടുത്തിട്ട് മാനുക്കാന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ഇവിടെ കൂടിയ മാനുക്കാർക്കും മാനുക്കാരുടെ കൂട്ടാളികൾക്കും നാട്ടുകാർക്കും നല്ലവരായ നാട്ടുകാർക്കും ഈ അവസരത്തിൽ നന്ദി പറയാണ്. മാനുക്ക പറഞ്ഞ പോലെ ഈ കുട്ടികളെ ഈ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാണ് നിങ്ങളുടെ നാട്ടിന്റെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് വേണം. അത്ര എനിക്ക് ഈ അവസരത്തിൽ പറയാം. നമ്മുടെ KMCC അതായത് ഞങ്ങളൊരു വിങ് ഉണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. അവര് ഓരോ രാജ്യത്തേക്കും, അതായത് GCC, UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. അവര് GCCയിലുള്ള ഓരോരുത്തരും സമീപിക്കും. എത്രയാ കഴിയുന്നത്? കാരണം അവിടുത്തെ 10, ഇവിടുത്തെ 250. എന്താ കഴിയുന്നത് കൊടുത്താൽ മതി. 10 ദിവസം കൊണ്ട് ഞാനിത് ഫിനിഷ് ചെയ്യുന്നവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ വീടും പറമ്പ് അന്നും പറയണ്ടില്ല. എന്റെ വീടിന്റെ വാക്ക് മതി. ഇതൊക്കെ നടക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കൂടിയോടെ തന്നെ ഈ നാട്ടുകാർ കാണിച്ച മാതൃക കണ്ടില്ലേ? പിന്നെ നിങ്ങളൊക്കെ ചുറ്റുപാട് ഒഴിവാക്കിയാണ്ട് നമ്മളാ 2 മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇതിനൊക്കെ അല്ലെങ്കിൽ എവിടുന്ന ആ ചിരി പറയ പഠിച്ചവനെ അള്ള തരും. ചെറുപ്പം മുതലേ ഞാൻ വ്യക്തിപരമായിട്ടും ഈ കുടുംബവുമായി നല്ല ബന്ധമുള്ള ഒരാളാണ്. തൊട്ടടുത്ത പ്രദേശമുള്ള പെരുമ്പല്ലൂരുള്ള നമ്പർ കൂടെയാണ്. അപ്പോൾ ഈ കുടുംബം, ഈ 2 ചെറുപ്പക്കാരും ചെറുപ്പത്തിലെ ഈ കുടുംബത്തിന്റെ ബാധ്യതകൾ മുഴുവൻ ഏറ്റെടുത്ത് കുടുംബത്തെ പൂറ്റിയിരുന്ന ആളുകളാണ്. അവരാണ് ഇപ്പോൾ രോഗശൈലിയിൽ എത്തിയിട്ടുള്ളത്. അവരെ ഈ രോഗത്തിൽ നിന്ന് മുക്തരാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. എല്ലാവരും നാട്ടുകാരായിട്ടുള്ള പഞ്ചായത്തിന്റെ ഈ എല്ലാ വിവിധ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. നാട്ടുകാരായിട്ടുള്ള എല്ലാവരും വീണ്ടും സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അറിയിക്കണം. ഒക്കെ ഉണ്ടാവും എല്ലാവരും സഹകരണം. ഈ നാട്ടുകാർ തന്നെ ഈ ചിലക്കുള്ള സഹായിട്ട് ഇറങ്ങുമ്പോ ഏത് കാര്യം പിന്നെ വിജയിക്കാതിരിക്കാം, അല്ലേ?
നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ, കാരണം എന്നും കഷ്ടപ്പാടാണ് ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ. എന്നാലും പോലെ എവിടെ വിഷമം ഉണ്ടാകുമ്പോൾ അതിനൊരു ഓഹരി പോലും നീക്കി വെക്കും പാവപ്പെട്ടവർക്ക്. താകട്ടെ, നിങ്ങളെ സാഹചര്യം ഞങ്ങൾക്ക് അറിയാം. കുട്ടോട് പഞ്ചായത്തിൽപ്പെട്ട തൊഴിലാളികൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടും ഈ പാവപ്പെട്ട കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നത്. കാരണം ഒരു രൂപയാണെങ്കിലും ഒരു കൊടുത്തോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ ഇത് കൊടുത്തിട്ടോ QR കോഡിൽ കൊടുത്തിട്ടോ ഈ പാവപ്പെട്ട കുടുംബത്തിന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിന്റെ പേര് വെച്ചിട്ട് ആരെങ്കിലും ഓട്ടോ സ്റ്റാൻഡിൽ സ്റ്റിക്കർ കഴിയാവുന്ന രീതിയിൽ നമ്മളെ നാട് ഒരുങ്ങിയാൽ നടക്കാത്ത വിഷയമല്ല അല്ലേ? ആരും കൈവിടരുത്. തീർച്ചയായും പാവപ്പെട്ട കുടുംബത്തിനെ ചേർത്ത് പിടിക്കണം. നമ്മളെ കേരളത്തിന്റെ ഏറ്റവും വലിയ പുണ്യം എന്താ? ഒരു വിഷമം വരുമ്പോ അവിടെ ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് നമ്മൾ ഇറങ്ങും, നമ്മൾ ഒരുമിക്കും, നമ്മൾ സഹായിക്കും. അതിനാണ് നമ്മൾ ദുരന്തത്തിലും പല വിഷമത്തിലും കണ്ടില്ലേ? ഇൻഷാ അള്ളാ നമ്മൾ അസർഫിന്റെ അനിയന്റെയും വിഷയത്തിലും ഉണ്ടാവും. ഇതാട്ടെ നമ്മളെ കമ്മിറ്റി ഒരു നമ്മളെ കമ്മിറ്റി ഭാരവാഹി തന്നെ ഒരു സഹായത്തേക്ക് തന്നെ അത് മതി. നിങ്ങളെപ്പോലുള്ളതാണ് എന്തിന്റെ വിജയം. ഒരു മാസം മുന്നേ 1 ലക്ഷത്തോളം രൂപ ഇതേമാതിരിയുള്ള ഒരു രോഗിയെ സഹായിച്ചിരിക്കുകയാണ് ആലത്തൂര്. പടച്ചോനെ നിങ്ങൾക്കൊക്കെ ആരോഗ്യ സമ്പത്തൊക്കെ നിങ്ങളെ പടച്ചോൻ തരികയാണെങ്കിൽ എത്ര പാവങ്ങൾക്ക് ഇത് എത്തട്ടെ അല്ലേ? ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നേറ്റ് നവാസുകാരൻ അനിയൻകുട്ടി അദ്ദേഹം ഒന്ന് റൂമിക്ക് പോയതാ. ഞാൻ പിന്നെ തുണിക്കുപ്പായ മാറ്റി വരാറുണ്ട്. പിന്നെ കേൾക്കുന്നത് മരിച്ചു എന്നാ. ഇതാണ് നമ്മളെ ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് നമ്മളെ. ഒക്കെ അള്ള വിജയിപ്പിക്കുവേ. ഇതുവരെ പടച്ച എവിടെയും പരാജയപ്പെടുത്തിയില്ല. നമ്മൾ എന്തിനിറങ്ങിയാലും അല്ലെ വിചാരിച്ചക്കാട്ടും ഭംഗിയില് അത് അള്ള പൂർത്തീകരിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മളെ അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും വിഷമങ്ങൾക്ക് നമ്മൾ ഇറങ്ങിയില്ലേ, ഇനി അത് പടച്ചം വിജയിപ്പിച്ചോളൂ അല്ലേ? അള്ളാ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നാട്ടുകാരന്റെ അയൽവാസി എന്നുള്ള നിലക്ക് ഈ കുട്ടികളെ അസുഖമായിട്ട് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളുമായിട്ട് നടന്നിട്ട് വളരെ ശോഷിച്ചു പോയ ഒരു ഉമ്മയും അവരെ അധ്വാനിച്ച ചെലവ് നടത്താൻ വേണ്ടി തളർന്നു പോയൊരു വാപ്പയും പണി തീരാത്തൊരു വീടും എടുത്താ പൊങ്ങാത്ത ചെലവുള്ളൊരു രോഗമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനെ കാര്യമായി ലോകത്തുള്ള എല്ലാ മനുഷ്യ സ്നേഹികളും സഹായിക്കുന്നു. പൊന്നുപ്പ ഫാനോട് പറയാനുള്ളത് എന്താ പറയാ? ഈ കണ്ട നാട്ടുകാരും നമ്മളെ നാട്ടില് നമ്മളെ കേരളത്തിൽ ഒരുപാട് നല്ല മനസ്സുള്ളവരുണ്ട്. ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കളെ തിരിച്ചു തരാന് ഈ സമൂഹമുണ്ട്. അസുഖമൊക്കെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് അവിടുന്ന് ചികിത്സിച്ച് അത് ആരോഗ്യത്തോടെ ഉപ്പാക്കും ഉമ്മാക്കും നിങ്ങളെ പൊന്നുപോലെ നോക്കാന് ആ 2 മക്കളെയും ഞങ്ങൾ തിരിച്ചു തരും പടച്ചമ്പുരാന്റെ കാരുണ്യത്താല്. നല്ല മനുഷ്യർ കുറെ നാട്ടിലുണ്ട്, അവര് സഹായിട്ട് ഇറങ്ങും കേട്ടാ. ഇപ്പൊ തന്നെ ഇവിടെ കണ്ടില്ല നിങ്ങള് ആ സ്കൂളിലെ മാഷന്മാരെ കണ്ട ഓരോ മനുഷ്യരും. അപ്പൊ ഇവരെ ഇങ്ങനെയുള്ള കുറെ നല്ല മനുഷ്യന്മാര് പടച്ചം ഇവിടെ ഇറക്കിയിട്ടുണ്ട് പാവപ്പെട്ടവന്റെ വേദനകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഒപ്പം ഉണ്ടാവട്ടെ. അന്ന് നമുക്ക് എവിടെ ഹോസ്പിറ്റലിൽ വെച്ചാൽ അഡ്മിറ്റാക്കി എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുത്ത് അവർക്ക് അതായത് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കട്ടാ. ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ദുആ ചെയ്യ എല്ലാവർക്കും വേണ്ടി നിങ്ങളെ സഹായിക്കുന്നവർക്ക്, നല്ല വാക്ക് പറഞ്ഞവർക്ക്, ഷെയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കും രോഗങ്ങൾ വരാതിരിക്കട്ടെ, എല്ലാവർക്കും പടച്ചവന്റെ കാവലുണ്ടാകട്ടെ കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഞാൻ നമ്മളെ മെമ്പർ എവിടെ? ബ്ലോക്ക് മെമ്പർ പോയാ? അല്ല നമ്മളെ മാമുട്ടിയാക്ക നിങ്ങൾ 2 വാക്ക് പറ. പ്രിയപ്പെട്ടവരെ, മുട്ടിക്കൽ അഷ്റഫ് എന്ന മാനു ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പാവം ഓട്ടോ തൊഴിലാളി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ കണ്ടൊരു പ്രത്യേക മനുഷ്യനാണ്. ഒരാളെ കാലിച്ചായ പോലും ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്. പക്ഷേ രോഗമെന്ന മഹാവീതിയിൽ നിങ്ങളോട് ചോദിക്കുകയല്ലാതെ രക്ഷയില്ല. നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് നാളെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഉദ്യമത്തിൽ നിങ്ങളെല്ലാവരും ഈ പാവപ്പെട്ട മാനുവിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രവാസികളായാലും നാട്ടിലുള്ളവരൊക്കെ പ്രത്യേകം തയ്യാറായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഈ നാടും നാട്ടുകാരും കൂടെയുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ നിങ്ങളും സപ്പോർട്ട് ഉണ്ടാവണമെന്ന്
വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ അറിയുന്ന ആളാണ്. ഏറ്റവും ഈ ഫണ്ട് അത്യാവശ്യം വേണ്ട മനുഷ്യരാണ്. 1.5 വർഷത്തോളമായി ഈ വീട്ടിലെ അധ്വാനികളായ 2 മനുഷ്യരാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ജനിച്ച അന്ന് മുതൽ പ്രതിസന്ധികൾ നേരിട്ട് സന്തോഷം എന്തെന്ന് അറിയാത്ത 2 മനുഷ്യരാണ്. 34-30 വയസ്സുള്ള 2 ചെറുപ്പക്കാര്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ കൈവെടിയരുത്. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കാരണം ഇത് ഒരു നാടിന്റെ സ്പന്ദനമായ 2 മക്കളുടെ കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ കൈവിടരുത് എന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നമ്മളെ കൂടെ ഒരു ബ്ലോക്ക് മെമ്പർ വന്നിരുന്നു ഞങ്ങളെ വാങ്കടമുണ്ട്. അല്ലേ, എന്നാ അതിൻ്റെയൊക്കെ വരി, ഇതിൻ്റെയൊക്കെ 2 വാക്ക് പറയും. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്നും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി 2 സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടും ഈ കാര്യം വിജയിക്കും. ഇപ്പോൾ നാട്ടുകാർ ഒറ്റക്കെട്ടാണ്. ഒരു അധ്യാപകരും നാട്ടുകാരും പള്ളിയിലെ ഉസ്താദും അതുപോലെ എല്ലാ അധ്യാപകന്മാരും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യം പരിപൂർണ്ണമായി വിജയിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. എല്ലാരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ, എല്ലാരും ഉണ്ടാകട്ടെ. ഞാനും സംസാരിക്കാനില്ല. ഒരു മിനിറ്റ്. അപ്പോ 34-30 വയസ്സായ 2 മക്കളാണ് ഒരു കുടുംബത്തിലെ. വയസ്സായ ആ സെൽബിയക്കാരന് എന്താ കാക്കാന്റെ പേര്, കുഞ്ഞാലിക്കുട്ടിയാക്കാരന പാവം മനുഷ്യന്റെ മുഖം കാണാൻ വയ്ക്കില്ല. ഞാൻ അകത്ത് പോയിട്ട് ഉമ്മാനോട് ചോദിച്ചപ്പോ 2 ആളും പറയാണ് എന്റെ കിഡ്നി എടുത്തോട്ടെ, എന്റെ കുട്ടിക്ക് എന്റെ കിഡ്നി എടുത്തോട്ടെ, എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തി തന്നാൽ മതി എന്നുള്ള സങ്കടത്തോടെ ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീര് വല്ലാത്ത സങ്കടം തോന്നി. നമുക്ക് തിരിച്ചു കൊടുക്കണം അവരെ. ആ രക്ഷിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ ആരോഗ്യത്തോടെ നമ്മുടെ അഷ്റഫിന്റെ അനിയനും നമുക്ക് തിരിച്ചു കൊടുക്കണം. നമ്മൾ മനസ്സ് വെച്ചാൽ നിസ്സാരമായിട്ട് നടക്കും. കാരണം അത്രയും അവസ്ഥയാണ്. ഒരു ചെറിയ കൊച്ചു വീട്, നല്ലവരായ നാട്ടുകാർ മുഴുവൻ, പ്രത്യേകിച്ച് എനിക്ക് ആ സ്കൂളിലെ അധ്യാപകന്മാരെ വർത്താനം കേട്ടപ്പോൾ അതിലേറെ, കാരണം അത്രയും നല്ല വിദ്യാർത്ഥികളായിരുന്നു അവർ. ഒരു നിലക്കുള്ള കുഴപ്പമില്ല, നല്ല സ്വഭാവമുള്ള മക്കളായിരുന്നു. അവർക്കാണ് പടച്ചോൻ അങ്ങനത്തെ ഒരു പരീക്ഷണം കൊടുത്തത്. പടച്ചോൻ പല പരീക്ഷണം നടത്തും. ആ പരീക്ഷണത്തിൽ നിന്ന് പടച്ചോന്റെ കാവലുണ്ടാട്ടെ. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ 2 മക്കളെയും നമുക്ക് തിരിച്ചു കൊടുക്കാം. വയസ്സായ ഉമ്മ എത്രയായി, കാക്കക്ക് വയസ്സ് എത്രയായി? അതിനൊന്നും അറിയില്ല പാവം. 74 വയസ്സായിക്കണ്. പിന്നെ ഉപ്പാക്ക് എന്നിട്ടും പറയാം എന്റെ കിഡ്നി എടുത്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ കുട്ടിയാണ് എന്റെ ആവശ്യം, എന്റെ കുട്ടിയാണ് നിനക്ക്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ എന്റെ മകന് വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും കിഡ്നി കൊടുക്കാൻ തയ്യാറാകുക. ആ കിഡ്നി ഡോക്ടർ അവിടെ കൊണ്ടുപോയി ഉപ്പാന്റെ പരിശോധിച്ചപ്പോൾ അതിലൊരിക്കലും ഉപ്പാന്റെ സാധിക്കില്ല. 1ാമത് വയസ്സായി അതിന്റെ സാഹചര്യം. അപ്പൊ നമ്മളൊക്കെ ഒന്ന് മനസ്സുവെച്ച് ഇത്തിരി സമ്പത്ത് കയ്യിലായാല് ഇൻഷാ അല്ലാഹ് നമ്മളെ അഷ്റഫിനെ പെട്ടെന്ന് മാറ്റി കൊടുത്ത് അഷ്റഫിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെ ഒരു വിഷമം ഞാൻ എന്റെ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. ഒരു വീട്ടിൽ വരുമ്പോൾ ആ 2 മക്കളും രോഗികള്, നല്ലവരായ നാട്ടുകാരെ മുഴുവൻ സ്നേഹസമ്പന്നമായ വാക്കുകൾ, സഹായങ്ങൾ, വല്ലാത്ത ഒരുമുള്ള. കാരണം അത് ആ കുടുംബത്തിന്റെ നല്ല സ്വഭാവമുള്ളൊരു അല്ലെങ്കിൽ നല്ല മനുഷ്യത്തുള്ള കുടുംബമായതുകൊണ്ട് അവരടുത്ത് സമ്പത്തില്ല എന്നുള്ളൂ, പക്ഷെ മനുഷ്യത്വം മുഴുവൻ ഉള്ളിലുണ്ട്. അപ്പോ ഞാൻ ഈ ഫോണ് പിന്നെ ഇത് ചെയ്യാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഒരിക്കലും നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ്. ഈ പാവപ്പെട്ട കുടുംബത്തിനെ നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ ആ 2 വയസ്സായ ഉപ്പാക്കും ഉമ്മാക്കും ഒരു തണൽ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് സ്നേഹത്തോടെ നാസർ മോൻ.